Good morning. Good morning, ma'am. Good morning, all. Now, last class, selection test, അതിന്റെ advantages disadvantages ആയിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, ആയിരുന്നോ? സെലക്ഷൻ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണോ പറഞ്ഞു നിർത്തിയത്? ആരും എന്താ റെസ്പോൺസ് ചെയ്യാത്തെ? Yes, ma'am. ഓക്കെ, ദെൻ നമ്മൾ മൂവ് ആവുന്ന ടോപ്പിക് ആണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ഏതൊരു സെലക്ഷനിലെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് എന്ത്? ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മള് കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടറും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. An interview is a method used for selection purpose. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ പർപ്പസിന്റെ ഒരു മെത്തേഡ് ആണ് which allows an employer to view the overall personality of an individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഓവറോൾ പേഴ്സണാലിറ്റി നമുക്ക് അറിയാനായിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാണെങ്കിൽ പറ്റും. ഇപ്പോ നിങ്ങളെ കുറിച്ച് പേഴ്സണലി ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കും, ബിഹേവിയർ എങ്ങനെയെന്ന് മനസ്സിലാവും, കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. Which allows an employer to the view the overall personality of an individual and freely evaluate his behavior. അപ്പോ ഓവറോൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് ഇന്റർവ്യൂ വഴി സാധിക്കും. ഇന്റർവ്യൂ ഈസ് എ മോഡ് ഓഫ് മേക്കിംഗ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു മോഡാണ്. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് അവിടെ വരുന്നത്. കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂവറും തമ്മിൽ നേരിട്ട് കണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഇൻ ഓർഡർ ടു അക്വയർ a basic idea about the personality of the applicant, identify his intelligence, span of interest and general attitude towards the life. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കിട്ടും. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, ആപ്ലിക്കന്റിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ്, ബുദ്ധി അല്ലെങ്കിൽ നോളജ് എന്തോരുണ്ട്, സ്പാൻ ഓഫ് ഇൻട്രസ്റ്റ് എന്തെല്ലാം കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളത്, അതേപോലെ അദ്ദേഹത്തിന്റെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊരു വ്യക്തിയോട് ഫേസ് ടു ഫേസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. According to Scott, an interview is a powerful exchange of ideas. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. ഐഡിയാസിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച്. രണ്ടുപേർക്കും തമ്മിൽ നേരിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ആൻസറിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്. മേ ബി ഇന്റർവ്യൂവർ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനനുസരിച്ച് ആപ്ലിക്കന്റ് ആൻസർ പറയും. ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ പേഴ്സൺസ് ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മേ ബി ഒരാളായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് ഉണ്ടാവും. In simple words, an interview can be described as an effort to obtain maximum information about the candidate regarding his fitness for the job. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് നോക്കാം നമ്മുടെ ജോബിന് ഇയാൾ ഓപ്റ്റ് ആണോ, ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, ഫിറ്റ് ആണോ, ജോബിന് അദ്ദേഹം കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് ഓക്കെ. 1 മിനിറ്റ്, ഞാൻ ചോദിച്ചിരുന്നല്ലോ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ടെസ്റ്റ് കംപ്ലീറ്റ് ആണെന്നും പറഞ്ഞിട്ടാണ്. ഗ്രീഷ്മ, വേറെ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? കൃഷ്ണപ്രിയ? എടാ അഡ്വാൻറ്റേജ് ഇട്ട് തുടങ്ങിയില്ലായിരുന്നു തോന്നുന്നു മാഡം. ആണോ? ക്ലാസ് ഞാൻ കേറിയില്ല, അതുകൊണ്ട് കൺഫേം അല്ലാണ്ട് പറയാന്. കൃഷ്ണപ്രിയ ടെസ്റ്റുകളൊക്കെ പറഞ്ഞത്, ടെസ്റ്റുകളാണ് പറഞ്ഞത് അല്ലേ? അഡ്വാൻറ്റേജ് കിട്ടത്തില്ല അല്ലെ? കുറച്ച് ക്ലാസ് മിസ്സായല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു
എനിക്ക് മിസ്റ്റേക്ക് വരിക. ചൂസിങ് എ ടെസ്റ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഞാൻ ബാത്റൂമിൽ അതിന്റെ 4th പോയിന്റ് വരെ പറഞ്ഞു, വാലിഡിറ്റി വരെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ആ ഓക്കെ. അപ്പൊ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സെലക്ഷൻ ടെസ്റ്റിലെ ടൈപ്സ് ഓഫ് ടെസ്റ്റും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ചൂസിങ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. അതിന്റെ ഒബ്ജക്ടിവിറ്റി, യൂട്ടിലിറ്റി, റിയലബിലിറ്റി ആൻഡ് വാലിഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് വേണം ആ ഒരു ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്ത്, പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം നല്ല എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ്ലിയും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെലക്ഷൻ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അല്ലാത്ത പക്ഷം മേ ബി നമുക്ക് ഡിഫിക്കൽട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ 5th പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്, പ്രിപ്പറേഷൻ. എ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് ടെസ്റ്റ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡൗട്ടും കൺഫ്യൂഷൻ ഒക്കെ വരുന്ന രീതിയിലുള്ള ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മേ ഫെയിൽ ടു പ്രൊവൈഡ് ക്വാളിറ്റി റിസൾട്ട്. ക്വാളിറ്റി റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫെയിൽ ആവും, നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. Therefore, a test need to be prepared very efficiently and effectively. ഒരു ടെസ്റ്റ് ആണെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടക്ട്. നമുക്കത് നല്ലൊരു ഈസി ആയിട്ട് അത് കണ്ടക്ട് ചെയ്യാനും പറ്റണം. അപ്പം നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആണല്ലേ. എക്സാം ഒരു ടെസ്റ്റ് വരാണ് പാരഗ്രാഫ് ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓൺലൈൻ ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ പാരഗ്രാഫ് ഒക്കെ വെച്ച് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ അവിടെ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഓർ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെന്ന് വിചാരിക്കുക, എസ് അല്ലെങ്കിൽ നോ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്, അത് കംഫർട്ടബിൾ അല്ലേ? MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് കംഫർട്ടബിൾ അല്ലേ? അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റ് MCQ അല്ലേ, കുറച്ചും കൂടി എളുപ്പല്ലേ അത്? ഓക്കെ. അപ്പൊ അതെന്താണ്, അപ്പൊ അങ്ങനെയാണ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കാൻഡിഡേറ്റ്സിന് കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ടാണ് PSC അതേപോലെ തന്നെ SSC ഒക്കെ ടെസ്റ്റുകൾ അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, എന്നാലും ഏകദേശം ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് MCQ ടൈപ്പ് ആണ് വരാറ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് സ്യൂട്ടബിലിറ്റി. A test must be according to the nature of group on which it is being conducted. നമ്മൾ ഏത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും അത് ആ ഒരു ഗ്രൂപ്പിന് ഫിറ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, എ റിട്ടൻ ടെസ്റ്റ് കണ്ടെയ്ൻ ഡിഫിക്കൽട്ട് വേർഡ് ഈസ് യൂസ്ലെസ് if it is applied to workers who are not much illiterate. ഒന്ന് ആലോചിച്ച് നോക്കി, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഡെയിലി ബേസിസിനൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ശരിക്കും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവര് ഡെയിലി ബേസിസിന് മേ ബി എന്താണ് ബ്ലൂ കോളർ ജോബിന് വേണ്ടിയിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിട്ടേൺ ടെസ്റ്റിന്റെ ആവശ്യം ഇല്ല. മാനേജറിയൽ പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് നമുക്കത് എന്താണ് ആപ്ലിക്കബിൾ ആണ്, അവർക്ക് അവർ ലിറ്ററേറ്റ് ആണ്, അവർക്ക് അതുകൊണ്ട് അത് ആൻസർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ സ്യൂട്ടബിലിറ്റിയും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം സെലക്ഷൻ ടെസ്റ്റ് എന്ത് ചെയ്യാനായിട്ട്, ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ചൂസിങ് എ ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഒബ്ജക്ടിവിറ്റി നോക്കണം. നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഫെയർ ടെസ്റ്റ് ആയിരിക്കണം കണ്ടക്ട് ചെയ്യാനായിട്ട്. അൺബയാസ്ഡ് ആയിട്ടുള്ള മെഷേഴ്സ് അപ്ലൈ ചെയ്യണം. പക്ഷേ ഫ്രോഡ് ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ സെലക്ഷൻ ടെസ്റ്റ് ഒത്തിരി എന്താ പറയാ, ലാർജ് നമ്പർ ഓഫ് ടാലന്റഡ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്കത് അവർക്ക് എഫക്റ്റീവ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കണം. റിയലബിലിറ്റി എന്ന് വെച്ചാൽ വിശ്വസനീയതയാണ്. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് റിയലബിൾ ആയിരിക്കണം. ഓക്കെ. പിന്നെ വാലിഡിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ. പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, ഈസി ആയിരിക്കണം, അതേപോലെ ഈസി ടു കണ്ടക്ട് ആയിരിക്കണം, സ്യൂട്ടബിൾ ആയിരിക്കണം. ആ ഒരു ഗ്രൂപ്പിന് ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇപ്പോ നോട്ട് ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണേ നല്ലത്. റിട്ടേൺ ടെസ്റ്റിനേക്കാളും എത്രയോ നല്ലത് അതിനെ കുറിച്ച് നോളജ് ഉള്ളത് നേരിട്ട് ഫേസ് ടു ഫേസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. ഇനി ടെസ്റ്റുകളുടെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ടെസ്റ്റുകൾ റിയലബിൾ ടൂൾ ആയിരിക്കണം. ഓക്കെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചൂസിങ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയലബിലിറ്റി. റിയലബിൾ ടൂൾ ആയിരിക്കണം. ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്. ഒത്തിരി ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ
ഏറ്റവും നല്ലത് എന്താണ് റിട്ടേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്നാണ്. PSCയുടെ എക്സാം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ലക്ഷമാണ്, 3 ലക്ഷം ആപ്ലിക്കൻസ് ഒക്കെ ഉണ്ടാവും. അവർ ഇത്ര ഈസി ആയിട്ടാണ് ആ ടെസ്റ്റ് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രെഡിക്ടർ ഓഫ് ടാലന്റ്, ഇൻടാഞ്ചിബിൾ ടാലൻസ്. ഒരു കാൻഡിഡേറ്റ്സിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ടാലൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ, നമ്മൾ റിട്ടേൺ ടെസ്റ്റ് റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്യൂച്ചറിലേക്ക് റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാൻഡിഡേറ്റ്സിനെ നിങ്ങളുടെ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്തത്, അപ്പോയിന്റ് ചെയ്തത്. നമുക്ക് ആൻസർ പറയാം, ഇദ്ദേഹം ഇന്ന ടെസ്റ്റിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തു, ഇന്റർവ്യൂവിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. നമുക്കൊരു പ്രൂഫാണ്. ഫ്യൂച്ചർ റെക്കോർഡായിട്ട് നമുക്ക് ഈ റിട്ടേൺ ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നോക്കിയത് അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, റിയലബിൾ ടൂൾ. Selection tests are regarded as reliable and unbiased tool to evaluate and select the best candidate for a vacant position. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിയലബിൾ ആയിട്ടുള്ള ടൂൾ ആണ്. അൺബയാസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബയാസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് എന്തോ കാണിച്ചതാണ്. അൺബയാസ്ഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും വരാത്തത്, എന്നുവെച്ചാല് മിസ്റെപ്രസെന്റേഷൻ ഒന്നും കാണിക്കാത്ത ടെസ്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു വേക്കന്റ് പൊസിഷനിലേക്ക് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെലക്ഷൻ ടെസ്റ്റ് ആർ ഓൾവേസ് ഫ്രീ ഫ്രം personal biases and discrimination in comparison to other techniques used for selection purpose such as interview. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസസ് എന്നൊക്കെ ഫ്രീ ആണ്. കാരണം ഒരു വ്യക്തിയുടെ നോളജും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഈ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അല്ല ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ മേ ബി എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്ക് ഞാൻ കൂടുതൽ പോയിന്റ് കൊടുക്കും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ്. അതേപോലെ തന്നെ ഈ ഒരു ടെക്നിക്സ് സെലക്ഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് കാൻഡിഡേറ്റ്സിന് എടുത്തിട്ട് മാർക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഈ വ്യക്തി ഇത്രയും സ്കോർ ചെയ്തിട്ടുണ്ട്, ഈ വ്യക്തി ഇത്രയും സ്കോർ ചെയ്തിട്ടുള്ളൂ, നമുക്കത് കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞു ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട്, ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ ടെസ്റ്റ് ആണ്, സോറി സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനാണ്. Selection test has advantages over other tests as it can be conducted for large number of applicants at the same time. Same time നമുക്ക് large number of candidates കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. Selection test is only the technique to save the time ടൈമും മണിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ട വരുന്ന സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ് മാത്രമേ വരുള്ളൂ. അതിന് ഏറ്റവും ഹൈ ആയിട്ട് സ്കോർ ചെയ്തവരെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇന്റർവ്യൂ ചെയ്താൽ മതി. ഓർഗനൈസേഷൻ അറ്റ് ദ ടൈം ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ് ഫ്രം ലാർജ് പൂൾ, ഒരുപാട് പേരുണ്ടെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്താൽ മതി. Predictor of intangible talents, നമ്മൾ ഈ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റ്സിന്റെ ഹിഡൻ ആയിട്ടുള്ള ടാലന്റുകൾ, സ്കിൽസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ആർ യൂസ്ഫുൾ ടു ഐഡന്റിഫൈ ദ ഹിഡൻ ടാലന്റ് ആൻഡ് സ്കിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഹിഡൻ ആയിട്ടുള്ള ടാലന്റ്സും സ്കിൽസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഫോർത്ത് പോയിന്റ് ആണ് ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കണം. ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, വേരിയസ് ടെസ്റ്റ് ആർ കണ്ടക്ടഡ് ബൈ ദ ഓർഗനൈസേഷൻ. അപ്പോ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാൻഡിഡേറ്റ്സിന്റെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വേരിയസ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടി, ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയാ
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ പെർഫോമൻസ്, ഫ്യൂച്ചറിലേക്കുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം സെയിം ഡിഫറെന്റ് ടെസ്റ്റുകൾ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുന്നത്. നോക്കാം. In order to evaluate a particular characteristics of individual, various tests are used by the organization. ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്കവർ ദ എക്സിസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ആപ്ലിക്കന്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ എക്സിസ്റ്റിംഗ് ഇപ്പോഴുള്ള പെർഫോമൻസ് എന്താണ് എന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൺ ദ അതർ ഹാൻഡ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ കൺസിഡർ ഫോർ ഇവാലുവേറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് പെർഫോമൻസ്. അദ്ദേഹത്തിന്റെ ഭാവിയിലത്തെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഓരോ ഓർഗനൈസേഷനിലും ഗോളും ടാർഗറ്റും റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ ലാസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് ഒരു റെക്കോർഡായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ആക്ട് ആസ് എ റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ റെക്കോർഡ് കീപ്പിംഗ് ടൂൾ ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സെലക്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റ് ഫ്യൂച്ചറിലേക്ക് റെഫറൻസിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. Analyzing the outcome of selection test may result in formation of some guidelines for additional improvement in content and administration of the test. നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടതുണ്ടോ, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇറ്റ് ബിക്കം ഈസി ടു ഡ്രോ ഔട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ് by finding the gap between actual and the best performance of the candidates. അപ്പോൾ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആക്ച്വൽ പെർഫോമൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം അദ്ദേഹം സെലക്ഷന്റെ സമയത്ത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തു, ബട്ട് പെർഫോമൻസ് വളരെ പൂർ ആണെങ്കിൽ നമുക്ക് സെലക്ഷൻ ടെസ്റ്റിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സെലക്ഷന്റെ സമയത്ത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തു, പെർഫോമൻസ് എന്ന് വെച്ചാൽ നല്ല രീതിയിലാണ്, അപ്പൊ നമ്മുടെ സെലക്ഷൻ ടെസ്റ്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമാണ് സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അത് ഫ്യൂച്ചർ റെഫറൻസിനും ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസിനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് ആണ്, ഒരു റിയലബിൾ ടൂൾ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് എന്ത്, സെലക്ഷൻ ടെസ്റ്റ്. ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെലക്ഷൻ ടെസ്റ്റ്. അവരുടെ ഇൻടാഞ്ചിബിൾ ടാലൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗോൾ സ്പെസിഫിക്കും ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടും നമുക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്, നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിനും അതേപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് പർപ്പസിനും വേണ്ടിയിട്ട് സെലക്ഷൻ ടെസ്റ്റ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ആ ഒരു എന്താണ് ചൂസിങ് എ ടെസ്റ്റിന്റെ ലാസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്തേ വേഗം.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് പോയിന്റിലേക്ക് മൂവ് ആവാണ്. എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പോയിന്റ് എന്താണ്? സെലക്ഷന് അഡ്വാൻറ്റേജ് പോലെ തന്നെ അതിൻ്റെതായ എന്തുണ്ട്? ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാണ് സെലക്ഷൻ ടെസ്റ്റിന്റെ ഫ്യൂ ഡിസ്അഡ്വാൻറ്റേജ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ ട്ടാ, അപ്പൊ നോക്കാം. ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ടു സെലക്ഷൻ ടെസ്റ്റ് ഹാവ് സെവറൽ അഡ്വാൻറ്റേജസ്. നമ്മൾ സെവറൽ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ സഫർ ഫ്രം എ ഫ്യൂ ഡിസ്അഡ്വാൻറ്റേജസ് ഓൾസോ. ഇത് കൂടാതെ സെലക്ഷൻ ടെസ്റ്റിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് കൂടി ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്. അത് ഞാൻ പറഞ്ഞു, ലാർജ് ഗ്രൂപ്പിനാണെങ്കിലാണ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലത്. സ്മോൾ ഗ്രൂപ്പിനാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു ഗ്രൂപ്പിന് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അതേപോലെ തന്നെ നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അവരുടെ വർക്ക് പെർഫോമൻസ് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി അവരുടെ നോളജും കാര്യങ്ങളൊക്കെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും വർക്ക് പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മേ ബി നന്നായിട്ട് നോളജും സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, ടെക്നിക്കൽ നോളജ് ഒട്ടും ഉണ്ടാവില്ല. ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് സപ്ലിമെന്റ്. നമ്മുടെ ഇന്റർവ്യൂവിന് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം പോലെ തന്നെ ഒരു സപ്ലിമെന്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ എന്തിനേയും കണക്കാക്കാൻ പറ്റുള്ളൂ, സെലക്ഷൻ ടെസ്റ്റിനെയും കണക്കാക്കാൻ പറ്റുള്ളൂ. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമ്മ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ചേഞ്ചിങ് എന്നാണ് ഫ്ലെക്സിബിലിറ്റിയുടെ മീൻസ്, ചേഞ്ചസ്. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സെലക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സെലക്ഷൻ ടെസ്റ്റ് മേ ബി എന്താണ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാട്ടെ എന്തൊക്കെയാണെന്ന്. Inappropriate for small group. Selection tests are not very effective from the aspect of cost to choose the best candidate if the applicants pool is small. Applicants numbers കുറവാണെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ആക്സെപ്റ്റിംഗ് ഒന്നും നോക്കുമ്പോൾ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് നീഡഡ് ടു പ്ലെന്റി ഓഫ് ടൈം. കാരണം ഒത്തിരി ടൈം വേണം, അതേപോലെ തന്നെ എന്ത് വേണം, മണിയും വേണം. To prepare a selection test and check whether it is valid and reliable or not. അപ്പോൾ നമുക്ക് ഒത്തിരി പ്ലെന്റി ഓഫ് ടൈമും അതേപോലെ മണിയും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. സ്മോൾ ഗ്രൂപ്പിന് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെലക്ഷൻ ടെസ്റ്റ് ഒരു സ്മോൾ ഗ്രൂപ്പിന് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ ടൈമും അതേപോലെ തന്നെ മണി വേസ്റ്റ് ആവും, ഒത്തിരി വേണ്ട വരും. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഓർഗനൈസേഷന്. കനോട്ട് ഓൾവേസ് പ്രെഡിക്ട് വർക്ക് പെർഫോമൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വർക്ക് പെർഫോമൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. Selection tests are not always capable of making a 100% forecast about the on-the-job success of the individual. നമുക്ക് 100% ജോബ് സക്സസ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം മേ ബി തിയററ്റിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉണ്ടാവണമെന്ന് ഇല്ല. Partly, they can disclose the scooter above the cutoff point who will be more successful rather than those who scored below the deadline. Maybe ശരിക്കുള്ള കാര്യമാണ്. നമ്മൾ കട്ട് ഓഫ് പോയിന്റിന് മേലെ ഉള്ളവരല്ലേ എടുക്കാറ്, അതിന് താഴെ ഉള്ളവർ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിരിക്കും. മേ ബി അവർക്ക് പ്രാക്ടിക്കൽ സ്കില്ലും ടെക്നിക്കൽ നോളജും എല്ലാം ഉണ്ടാവുമായിരിക്കും. അപ്പോ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കട്ട് ഓഫ് പോയിന്റ് വെക്കുമ്പോൾ ഈ താഴെയുള്ളവർക്ക് നല്ല രീതിയിൽ
സ്കോർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്താണ്, സെലക്ഷൻ ടെസ്റ്റിൽ മാർക്ക് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ knowledge or practical skill evaluate ചെയ്യുന്നില്ല. Can be used only as a supplement. The test can only be used as supplement rather than alternative for other method of selection such as application form and interview. ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ പോലെ തന്നെ ഒരു സപ്ലിമെന്റ് ആയിട്ട് മാത്രമേ നമുക്ക് എന്തും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ ടെസ്റ്റും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 100% നമുക്ക് സെലക്ഷൻ ടെസ്റ്റിന് വിശ്വസിക്കാനും പറ്റില്ല. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ് ടെസ്റ്റ് ആണ് അല്ലെ. സെലക്ഷൻ ടെസ്റ്റ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. They cannot be modified constantly to corresponding to the changes in situation. സിറ്റുവേഷനിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ എക്സാമ്പിൾ പറയാണ്, RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ എക്സാമിന് തലേന്നായിരിക്കും, കുട്ടികൾ പത്രത്തിൽ അത് വായിച്ചപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ഇപ്പോഴത്തെ റേറ്റ് ആയിരിക്കും ആൻസർ ചെയ്യുന്നത്. പക്ഷെ ഓൾറെഡി ഇത് പ്രീ പ്ലാൻ ചെയ്ത സമയത്ത് റേറ്റ് ആയിരിക്കും അവർ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി കാരണം. ഇൻ അഡീഷൻ, സിൻസ് ഇറ്റ് ഈസ് ഇംപേഴ്സണൽ ടെക്നിക്, ഇറ്റ് മേ ഫെയിൽ ടു നോട്ടിഫൈ സിഗ്നിഫിക്കന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് which are essential for the job performance. ഓരോ വ്യക്തിയും നമുക്കറിയാലോ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആളോട് നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. സെലക്ഷൻ ടെസ്റ്റ് വഴി നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ഇനി ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. സെയിൽസ് മാർക്കിന് PSC എക്സാമിന് സെയിം മാർക്ക് കിട്ടുന്ന എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നില്ല. അവിടെ ചില ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് അഗെയിൻസ്റ്റ് അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്സസ്. സോ അത് ഒരു പോസിറ്റീവ് ആക്സെപ്റ്റ് ആണ്, എന്നാൽ പോലും ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും ആ ഒരു എന്താ പറയാ ഇന്ന കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അണ്ടർ പ്രിവിലേജ്ഡ് കാറ്റഗറിയിലാണ് ആള് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് പറയുമ്പോൾ അതൊരു എന്താണ് ആ ഒരു വ്യക്തിയുടെ പ്രിവിലേജിനെ അല്ലെങ്കിൽ പ്രൈവസിനെ ത്രട്ടൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് സെലക്ഷൻ ടെസ്റ്റ് വരുന്നത്. അറ്റ് മെനി ടൈം ടെസ്റ്റ് ആൻഡ് ഇറ്റ്സ് യൂസേഴ്സ് ആർ ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്സസ്. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റുകൾ മേ ബി ഇന്ന ക്ലാസ്സിലുള്ളവർക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. മേ ബി അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്സിലുള്ളവർക്ക് അത് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. The tests are also considered as threat to the privacy. നമ്മുടെ പ്രൈവസിക്ക് ഒരു ത്രെറ്റ് ആണ്, ഭീഷണിയായിട്ടാണ് ഈ ടെസ്റ്റുകൾ കണക്കാക്കുന്നത്. ഈ PSC എക്സാമിലൊക്കെ വരുമ്പോഴാണ് ഇന്ന ക്ലാസ്സില് പോസ്റ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ എന്നൊരു ചിന്ത വരും. Sometimes such disapproval resists the organization from looking towards the positive aspect of testing. അപ്പോ ഇങ്ങനൊരു ഈ സിറ്റുവേഷൻ വരാണെങ്കിൽ അത് നമ്മുടെ ടെസ്റ്റിംഗിൽ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്സെപ്റ്റിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് മേ ബി അവർക്ക് അത് ഫീൽ ചെയ്യും. ആ ഒരു ഇതിൽ പെടുന്ന വ്യക്തികൾക്ക് അതൊരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് തോന്നും. നമ്മൾ പറഞ്ഞത് ഡിസഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് ആണ്. സ്മോൾ ഗ്രൂപ്പിന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ കനോട്ട് ബി പ്രെഡിക്റ്റ് ദ വർക്ക് പെർഫോമൻസ്. അതായത് മാർക്ക് ഉണ്ട് നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വർക്ക് പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റുക. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സപ്ലിമെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് കറന്റ്ലി വരുന്ന ചേഞ്ചസ് സെലക്ഷൻ ടെസ്റ്റ് പ്രീ പ്ലാൻഡ് ആണ്. സോ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. സെലക്ഷൻ ടെസ്റ്റുകൾ സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഡിസ്ക്രിമിനേഷൻ വരാറുള്ള ചാൻസ് കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജ് വായിച്ച്
ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂയിലേക്കാണ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ് ഒരു എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ആൻഡ് ഇന്റർവ്യൂ ഇസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസ്. സെലക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് employment interview, which allows an employer to view the overall personality of the individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഓവറോൾ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രീലി ഇവാലുവേറ്റ് ഹിസ് ബിഹേവിയർ, അദ്ദേഹത്തിന്റെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്റർവ്യൂ ഇസ് എ മോഡ് ഓഫ് മേക്കിംഗ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. നമുക്ക് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വഴി അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. In order to acquire basic idea about the personality of the applicant, ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ഫേസ് ടു ഫേസ് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനും, ഇന്റലിജൻസ് എങ്ങനെയുണ്ടെന്ന് മെഷർ ചെയ്യാനും, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നോക്കാം, ഇന്റർവ്യൂ is a mode of making face-to-face contact in order to acquire basic idea about the personality of the applicant. നമ്മുടെ ആപ്ലിക്കന്റിന്റെ പേഴ്സണാലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ഐഡന്റിഫൈങ് ഹിസ് ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്യാം. സ്പാൻ ഓഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ലൈഫിനോടുള്ള ജനറൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നല്ല നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അക്കോർഡിംഗ് ടു സ്കോർ, ഇന്റർവ്യൂ ഈസ് എ പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ. പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ ആണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദ ആൻസറിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more persons. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക, ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികളോ തമ്മിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറയാണ് എന്താണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. An interview can be described as an effort to obtain maximum information about the candidates regarding his fitness for the job. എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷൻസ്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക. അതെന്തിനാ ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ജോബിന് അദ്ദേഹം ഫിറ്റ് ആണോ ആപ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സോ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ ബിഹേവിയറും ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, എംപ്ലോയർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണ്. പേഴ്സണാലിറ്റി അറിയാൻ പറ്റും, അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് അറിയാൻ പറ്റും,
ഇൻട്രസ്റ്റഡ് ഏരിയാസ് അറിയാൻ പറ്റും, അദ്ദേഹത്തിന്റെ ജനറൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ് ഇന്റർവ്യൂല് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറിങ് ഉണ്ടാവും, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം കൂടി കൂടിയതാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂവിലേക്കാണ് വരുന്നത്. There are various types of interviews. നമുക്ക് ഒരുപാട് types of interviews ഉണ്ട്, which are used for obtaining various kinds of information and to evaluate the candidate's skills, knowledge, etc. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിന്റെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യണേ. On the variety of basis, employment interview categorized into following type. നമുക്ക് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂവിൽ ഫ്യൂ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിലിമിനറി ഇന്റർവ്യൂ. നമ്മളത് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ പ്രിലിമിനറി ഇന്റർവ്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മളത് നോക്കിയിട്ടാണ് വന്നത്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആണ് എന്ത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഒരു മെത്തേഡ് ആണ് എന്ത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു. ഫ്യൂ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് ചോദിക്കുന്നത്. സ്കില്ല്, എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് കാൻഡിഡേറ്റ്സിനോട് നമ്മൾ ചോദിക്കുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂല്. സോ പ്രിലിമിനറി ഇന്റർവ്യൂ എനേബിൾ ദ ഓർഗനൈസേഷൻ reject the applicants. Unsuitable ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. അൺസ്യൂട്ടബിൾ ഓർ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് നമുക്ക് പ്രിലിമിനറി ഇന്റർവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എന്താണ് പ്രിലിമിനറി ഇന്റർവ്യൂ, എത്ര ടൈപ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. Preliminary interview is a conversation between the candidates and the personal manager regarding the basic aspect of the job, such as job characteristics, work condition, salary, and other benefits, etc. അപ്പോൾ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കോൺവെർസേഷൻ ആണ്. കാൻഡിഡേറ്റ്സും ആരും തമ്മിൽ പേഴ്സണൽ മാനേജറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, അതർ എക്സ്പെക്ടേഷൻ, അതർ ബെനിഫിറ്റ്സ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. This helps an organization in eliminate inadequate candidates, unsuitable ആയിട്ടുള്ള unqualified ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രിലിമിനറി ഇന്റർവ്യൂ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And help the candidate to decide whether to accept or reject the job. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിനും നമ്മുടെ ജോബിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലായി. സോ കാൻഡിഡേറ്റ്സിന് ആ ഒരു ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രിലിമിനറി ഇന്റർവ്യൂ ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു ടൈപ്സ്. മെയിൻ ആയിട്ട് രണ്ടായിട്ട് നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂവിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫോർമൽ ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഇൻഫോർമൽ ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. An informal interview can be conducted at any place by HR personnel to obtain fundamental and non-job related information. ഇന്നലെ ഇന്റർവ്യൂ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വെച്ച് വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാൻ പറ്റും. HR പേഴ്സണൽ ആയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നോൺ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ നമ്മൾ മാക്സിമം ഫ്രീഡം ആർക്ക് കൊടുക്കും, കാൻഡിഡേറ്റ്സിന് കൊടുക്കും. കാൻഡിഡേറ്റ്സിന്റെ നോളജ്, അതേപോലെ ഒരു വേരിയസ് ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഫീൽഡിനെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. Unstructured interview provide freedom to the candidates. നമ്മൾ unstructured interviewയിൽ കാൻഡിഡേറ്റ്സിന് ഫുൾ ഫ്രീഡം കൊടുക്കും, so that they can disclose about their knowledge in various topics and field. അവർക്ക് അവരുടെ നോളജ് വേരിയസ് ടോപ്പിക്കൽ ഫീൽഡിലുള്ള അവരുടെ നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ദർ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ പറ്റും. എക്സ്പെക്ടേഷൻ, സാലറി എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, ലൈക്സും ഡിസ്ലൈക്സ് ഉണ്ടാവും, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എന്തൊക്കെയാണ് നമുക്ക് പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. Likewise, the interviewer is also allowed to share information on various topics
enquired by the candidates. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സും ഒരുപാട് ടോപ്പിക് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആൻസർ ആരും കൊടുക്കും, ഇന്റർവ്യൂവർ ആരാണോ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്. ഇത് പേഴ്സണൽ മാനേജറും ഇന്റർവ്യൂവും തമ്മിലുള്ള കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് വരുന്നത്. ഇതിൽ ജോബ് എന്താണ്, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വർക്കിംഗ് കണ്ടീഷൻ എന്താണ്, സാലറി, അതർ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യും. ഇൻഫോർമൽ ഇന്റർവ്യൂ, 2 types ഓഫ് ഇന്റർവ്യൂസ് ആണ് ഉള്ളത്. ഇൻഫോർമൽ ഇന്റർവ്യൂ അതേപോലെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇൻഫോർമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് HR പേഴ്സണൽസ് ആണ്. അതിവിടെ വേണമെങ്കിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റലും അതേപോലെ തന്നെ നോൺ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫുൾ ഫ്രീഡം മാത്രം കൊടുക്കുന്നത് കാൻഡിഡേറ്റ്സിന് കൊടുക്കും. അവരുടെ നോളജ്, അവരുടെ ഫീൽഡ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്സ്പെക്ടേഷൻ, ഇൻട്രസ്റ്റ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ഡിസ്ക്ലോഷർ, അവർക്ക് അതെല്ലാം നമ്മളോട് തുറന്ന് പറയാനായിട്ട് പറ്റും. ലൈക്ക് വൈസ് അതേപോലെ തന്നെ നമ്മളോട് കാൻഡിഡേറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻസ് ആര് പ്രൊവൈഡ് ചെയ്യും? ഇന്റർവ്യൂവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്താണ് ഇന്റർവ്യൂ? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്താണ്? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് പ്രിലിമിനറി ഇന്റർവ്യൂ വരെയും എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ ട്ടാ, നമ്മള് ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. കോർ ഇന്റർവ്യൂ ട്ടാ. കോർ ഇന്റർവ്യൂ നോക്കാം. Core interview are generally a communication between the candidates and line manager or expert on different area of job knowledge and skill, talent, etc.
കോർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ ലൈൻ മാനേജർ ഓർ എക്സ്പേർട്ട് ആണ്. ഡിഫറെന്റ് ഏരിയാസ് ഓർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ് ആണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ ഹെഡ് ആയിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. ജോബ് നോളജ്, ടാലന്റ്, സ്കിൽസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കോർ ഇന്റർവ്യൂ മെയിൻ ആയിട്ട് 7 എണ്ണാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്ന കോർ ഇന്റർവ്യൂ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ ആണ്. എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ? The purpose of this interview is to collect the information which cannot be obtained through application form. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വഴി കളക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂവിൽ കളക്ട് ചെയ്യുന്നത്. It also used to verify the information which is collected through the application form. നമ്മൾ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം വഴി കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യും. അതൊന്നും കൂടി ഉറപ്പ് വരുത്താണ്. സച്ച് ആസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എവിടെയാ പഠിച്ചപ്പോ, എത്ര ഇയർ ഉണ്ടായിരുന്നു, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഏത് കോഴ്സ് എടുത്തതെന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ്. അതൊന്നും കൂടി കൺഫേം ചെയ്യാനാണ്. ഡൊമിസിൽ, ഫാമിലി, ഹെൽത്ത്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ലൈക്സ്, ഡിസ്ലൈക്സ്, അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് ചോദിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂവിൽ ആപ്ലിക്കേഷൻ ഫോമിൽ കൂടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് കോർ ഇന്റർവ്യൂവിൽ വരുന്ന വൺ ഓഫ് ദം ആണ്. അപ്പൊ നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഫാമിലി, ഹെൽത്ത്, ഇൻട്രസ്റ്റ്, ലൈക്സ്, ഡിസ്ലൈക്ക്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തൊരു ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ കോമൺ ആയിട്ട് എല്ലാ ഫീൽഡിലും കാണാറില്ല, എന്നാലും ചില ഫീൽഡുകളിൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതാണ് ട്രസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ മനഃപൂർവ്വം ഈ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും എന്താ പറയാ, അവിടെ വെച്ച് അതൊരു സിറ്റുവേഷൻ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. മേ ബി നമ്മളും പ്രൊവോക്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവും, റിജക്ട് ആവും ആ ജോബിലേക്ക്. ഇത് ചെറിയ നമ്മൾ കസ്റ്റമർ ഹാൻഡ്ലിംഗ് ഒക്കെ വേണ്ട സിറ്റുവേഷനിലാണ് ഈ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ട്രസ്റ്റ് ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ഇന്റർവ്യൂ is formulated to evaluate the candidate's behavior on the job. ആ ജോബിൽ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് സെവറൽ ലെവൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഷർ ഓർ സ്ട്രെസ്. അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം പ്രഷറും അതേപോലെ തന്നെ ഡിഫറെന്റ് ലെവൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും, സ്ട്രെസ് എങ്ങനെ കൈകാര്യം ചെയ്യും, അദ്ദേഹത്തിന്റെ കഴിവ് എങ്ങനെയാണ്, ഹിസ് പ്രഷർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ് എന്ത്, ട്രസ്റ്റ് ഇന്റർവ്യൂ. ഇൻ ദിസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ദ കാൻഡിഡേറ്റ്സ് ഈസ് ടു put the aggressive, authentic or threatening situation. അവർ മനഃപൂർവ്വം നമ്മളുടെ നമ്മളുടെ സെൽഫ് റെസ്പെക്ടിനെയൊക്കെ ആക്രമിക്കുന്ന രീതിയിൽ, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരും. Whose objective is to domicile the candidates and evaluate his ability to manage difficult situations. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. അതുവഴി ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത്, കൂളായിട്ടാണോ മാനേജ് ചെയ്യുന്നത്, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്കത് ഒബ്സർവ് ചെയ്യും. അപ്പം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ജോബിൽ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ആ ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും.
ഇനി അടുത്തൊരു മെത്തേഡാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇതാണ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇത്, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Formal and structured interview strictly follow all the formalities and procedure relating to conducting of interview. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ട എല്ലാ ഫോർമാലിറ്റീസും പ്രൊസീജിയറും ഫോളോ ചെയ്തുകൊണ്ട് ആണ് ഏത് കണ്ടക്ട് ചെയ്യുന്നത്, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സച്ച് ആസ് ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ടൈം, എത്ര ടൈം അലോ ചെയ്യുന്നുണ്ട്, എത്ര വാല്യൂസ്, അതേപോലെ പാനൽ ഓഫ് ഇന്റർവ്യൂ, നമ്പർ ഓഫ് ഇന്റർവ്യൂസ് എത്രയുണ്ട്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം ആണ് പറയുന്നത്, ഇന്റർവ്യൂ ഓപ്പൺ ചെയ്യുന്ന ടൈം, അതേപോലെ ക്ലോസ് ചെയ്യുന്ന ടൈം, ഇൻഫോമിംഗ് ദ കാൻഡിഡേറ്റ്സ് ഒഫീഷ്യലി, അവർ സെലക്ടഡ് ആണോ സെലക്ടഡ് അല്ലേ എന്നുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത്. They are pre-planned, organized based on job requirements. ഈ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ആണ്, വെരി ഓർഗനൈസ്ഡ് ആണ്, അതേപോലെ ഓരോ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ മാറ്റം വരും. അപ്പോൾ എന്താണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഈ ഫോർമാലിറ്റീസും പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിനെയാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ടൈം, വാല്യൂ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പാനൽ ഓഫ് ഇന്റർവ്യൂർ എത്ര വേണം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, ഇൻഫർമേഷൻസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും പ്രീ പ്ലാൻഡ് ആണ്, ഓർഗനൈസ്ഡ് ആണ്. അതേപോലെ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് വേരി ചെയ്യും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കോർ ഇന്റർവ്യൂ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ആണ് ഇത്, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. നെക്സ്റ്റ് ആണ് പാനൽ ഇന്റർവ്യൂ. പാനൽ ഇൻക്ലൂഡ് പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റ് ഇന്റർവ്യൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും ആ പാനലിൽ ഉണ്ടാവുന്നത്, അവരായിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണേ. ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റ്സ് ഇവാലുവേറ്റ് ദെയർ പെർഫോമൻസ് സെപ്പറേറ്റ്ലി. അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യാണ്. ഓരോ ഇൻഡിവിജ്വൽസും ഓരോ സ്പെഷ്യലിസ്റ്റും അവർക്ക് ഓരോ വെയിറ്റേജ് കൊടുക്കും, എന്നിട്ട് അവരെല്ലാവരും ഒരു കമ്പൈൻഡ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കും. ഈ വാലുവേഷന്റെ ബേസിൽ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ആരെടുക്കും, ഈ പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റുകൾ എടുക്കും. നോക്കാം. പാനൽ ഓഫ് ഇന്റർവ്യൂ ഇൻക്ലൂഡ് എ പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റ് ടു ഇന്റർവ്യൂ ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റ്സ്. എല്ലാ കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റുകളാണ് ഇന്റർവ്യൂ ചെയ്യണേ. ഇവാലുവേറ്റ് ദ പെർഫോമൻസ് സെപ്പറേറ്റ്ലി. ഓരോരുത്തരുടെയും പെർഫോമൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ടു ഫോം എ കമ്പൈൻഡ് ഡിസിഷൻ ഓൺ ദ ബേസ് ഓഫ് ഇവാലുവേഷൻ ബൈ എവറി സ്പെഷ്യലിസ്റ്റ്. ഓരോ സ്പെഷ്യലിസ്റ്റും ഇവാലുവേറ്റ് ചെയ്തതിന്റെ ബേസിൽ അവർ എന്തെങ്കിലും കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും. ആൻഡ് ബൈ ദ വേ ഗിവിംഗ് വെയിറ്റേജ് ടു ഈച്ച് ഫാക്ടർ. ആ കാൻഡിഡേറ്റ്സിന്റെ ഓരോ ബിഹേവിയറിന്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു വെയിറ്റേജ്, പേഴ്സണാലിറ്റിക്ക് ഒരു വെയിറ്റേജ്, ബിഹേവിയറിന് ഒരു വെയിറ്റേജ്, അങ്ങനെ വെയിറ്റേജ് കൊടുത്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ്, കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം കമ്പൈൻഡ് ആയിട്ട് അവരൊരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂ. ഗ്രൂപ്പ് ഇന്റർവ്യൂ അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ അല്ല. നിങ്ങൾ ഒരു തമിഴ് ഫിലിം ആണ് കണ്ടിട്ടുണ്ടോ എന്ന് നോക്ക്. ഒരു വേലക്കാരൻ എന്ന് പറയുന്ന ഒരു തമിഴ് ഫിലിം, ഫഹദ് ഫാസിലാണെങ്കിൽ വില്ലനായിട്ട് വരുന്നത്, കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫഹദത്തിന്റെ ഒരു ഫിലിമാണ്, തമിഴ് ഫിലിമാണ്, ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. നോ, ആരും കണ്ടിട്ടില്ല. അപ്പോ അതില് കുറച്ച് കാൻഡിഡേറ്റ്സിന് അറ്റ് എ ടൈം, കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ട്, അറ്റ് എ ടൈം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാണ് ഫഹദ്. ഒരു ഇന്റർവ്യൂ കാൻഡിഡേറ്റ് ആയിട്ട് തന്നെയാണ് ഫഹദും വന്നിരിക്കുന്നത്. എന്നിട്ട് ഇത്ര സിമ്പിൾ ആയിട്ടാണെന്നാവോ ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാണ്. ഗ്രൂപ്പായിട്ട് കാൻഡിഡേറ്റ്സിന്റെ ഒപ്പം തന്നെ ഇരിക്കുകയാണ്. അവർ ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വാച്ച് നോക്കുന്നത്, പെൻ അങ്ങനെ കൊണ്ടുവരാത്തത്, ടെൻഷൻ, ഫിയർ, എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് അവരുടെ ടീമിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. ദാറ്റ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Group interview is a situation for interviewing a candidates where the several candidates are called for interview at the same time. ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ്. ഒരു കാൻഡിഡേറ്റിനല്ല ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത്, സെവറൽ കാൻഡിഡേറ്റ്സിനെ അറ്റ് ദ സെയിം ടൈമിലാണ് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത്. For example, in the case where there are large number of candidates for the interview on the same day.
സെയിം ഡേ തന്നെ നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യണം. ഗ്രൂപ്പ് ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ഇന്റർവ്യൂർ വിത്ത് കപ്പാസിറ്റി ടു ഇവാലുവേറ്റ് ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇന്റർവ്യൂർ എന്ത് ചെയ്യണം, ഇത്രയും ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ടൈംസ് ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരെയും ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ആ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ എ ടൈം സേവിംഗ് ടൂൾ ഫോർ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ടൈം സേവിംഗ് ടൂൾ ആയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Group interview also provide an opportunity to evaluate the behavior of the candidates in the group. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ ആ ഗ്രൂപ്പ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇന്റർവ്യൂവും കൂടി ഞാൻ എടുക്കട്ടെ. ഡെപ്ത് ഇന്റർവ്യൂ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഡെപ്ത് ഇന്റർവ്യൂ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടേക്ക് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ഡെപ്ത് ഇന്റർവ്യൂ വരെയും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു കേട്ടോ. താങ്ക് യു ഓൾ.